ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണേ എല്ലാവരും ഒരു പാചകം ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചിട്ടുണ്ട് നമ്മളും പാചകം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കത്തില്ലേ എന്നൊക്കെ കരുതിയിട്ട് ചെയ്യും. പക്ഷേ ഈ ക്യാമറ പിടുത്തം എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇത് ചെയ്യുകയും അതിനോടൊപ്പം ഇത് അരിയുകയും പറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരും ഓരോ നാട്ടിലും ഓരോ പേരൊക്കെയല്ലേ പറയുന്നത്. അപ്പം നമുക്ക് പിന്നെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അതിന് സോയാബീൻ എന്ന് പറയും, ഇല്ലെങ്കിൽ പിന്നെ ചിലർ പറയും ഫിഷ് മേക്കർ എന്ന് പറയും. ഇറച്ചിക്ക് പകരമായിട്ട്, ഇല്ലെങ്കിൽ ഈ എന്താ പറയുക, മീനിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നെന്നുള്ള രീതിയിൽ അതിനെ പറയും. ഞാൻ ഇന്ന് രാവിലെ ഇറച്ചിക്കറി വെക്കും പോലെ തന്നെ അത് വെച്ചു. പിന്നെ ഇതിൻ്റെ ചെറുതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ പിള്ളേർക്കാണെങ്കിൽ കടലയെന്ന് പറയുന്നൊരു സാധനം ഇഷ്ടമല്ലാതുണ്ട്. ഇത് ഫിഷ് മേക്കറിൻ്റെ ചെറുത് അത് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്കാണെങ്കിൽ അതിഷ്ടമാണ്. കടല ഇഷ്ടമല്ലാത്തതാണ് ഈ പിള്ളേർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ആ വലുതിനെ എടുത്ത് 2-4 കട്ട് ചെയ്ത് ഇറച്ചിക്കറി വെക്കുന്ന കണക്കങ്ങ് വെച്ചു. അപ്പോൾ അതിപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ഒരു പിന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ തൊട്ട് നക്കി അതൊക്കെ കുറേയൊക്കെ ഇതാക്കിയിട്ടുണ്ട് പിള്ളേർ. പിന്നെ ഞാൻ വിചാരിച്ചു കുരുകുരാന്ന് ഞാൻ ഈ ഫിഷ് മേക്കറിൻ്റെ ഇതരിഞ്ഞ് അതിനെ തോരൻ വെക്കാന്നുള്ള ഇതിൽ ഞാനാണെങ്കിൽ ഈ മീൻ പീര വറ്റിക്കുന്ന കണക്ക് അതിനെ പീര വറ്റിച്ചെടുക്കും. അത് ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിന് വേണ്ടുന്ന തോരത്തിനുള്ള സാധനം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ, നമുക്കിതിനെ അരിഞ്ഞ് എടുത്ത് അതിനെ നല്ല രീതിയിൽ ചെയ്ത് ഈ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക്. ഞാനാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഈ ഇലത്തോരൻ ഉണ്ടാക്കും. ദൈവമേ, ഞങ്ങളുടെ വീട്ടിലെ മരത്തിൻ്റെ മണ്ടയിൽ, പ്ലാവിൻ്റെ മണ്ടയിൽ കാക്ക കൂട് വച്ചിട്ടുണ്ട്. ഒരു കള്ളിക്കുയിലും വന്ന് കൂടിയിട്ടുണ്ട്. ഇവിടെ എന്താവുന്നോ എന്തോ. കണ്ടോ, കൂവുന്ന സൗണ്ട് കേട്ടോ. ഞാൻ കാക്കയെ ഓടിക്കാൻ ഒരുപാട് പ്രാവശ്യം നോക്കി, ഒരു രക്ഷയില്ല. ഇവിടുത്തെ നാടല്ലേ. പിന്നെ ഞാനും വിചാരിച്ചു പാവത്തുങ്ങൾ ഇരുന്നോട്ടെ എന്ന്. ഒരു കാല് വയ്യാത്തൊരു കാക്ക പണ്ടല്ല, കുറച്ച് നാൾ മുമ്പ് ഇവിടെ വരുമായിരുന്നു. അതിനെ കാലും വയ്യാണ്ട് ഇവിടെ വന്ന് വീണതാണ്. അപ്പോൾ കാലിങ്ങനെ കിടന്ന് ആടുമായിരുന്നു. അപ്പോഴമ്മയാണെങ്കിൽ അതിനെ എടുത്ത് പെട്ടെന്ന് വീട്ടിനകത്ത് കയറി വന്ന് ഞെരിക്കമടലൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ കാലങ്ങ് ഒടിഞ്ഞ് തൂങ്ങി ആടുമായിരുന്നു, രക്തമൊക്കെ വരുമായിരുന്നു. പിന്നെ അതിനെ ഞെരിക്കമടലൊക്കെ കെട്ടി വെച്ച് മുറുവെണ്ണ തൈലം ഇട്ട് മഞ്ഞളും വേപ്പലയും മഞ്ഞളും കൂടെ ഒക്കെ അരച്ച്, പിന്നെ പച്ചമഞ്ഞളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പച്ചമഞ്ഞൾ എടുത്തുകൊണ്ടൊന്ന് അരച്ചൊക്കെ ഇട്ട് അതൊക്കെ ഭേദമായി, അതൊക്കെ പറന്നൊക്കെ അങ്ങ് പോയി. പിന്നെ എന്നിട്ടോ അതിൻ്റെ കാലത്ര പന്തിയല്ലായിരുന്നു. അപ്പോൾ കാല് പിന്നെ വശപ്പശകായി, അത് ഒട്ടുന്നതേ ഇല്ലായിരുന്നു. പിന്നെ അത് ചെറുതായിട്ട് ഇതൊക്കെ അങ്ങ് വീണ് കാലങ്ങ് പാതി വെച്ച് ആ മുറിഞ്ഞു വന്നതായിട്ട് തന്നെ ഇരുന്നു. എന്നിട്ടും അമ്മ വിട്ടില്ല അതിനെ മരുന്നൊക്കെ വെച്ച് മേളിലോട്ട് ഒരു പഴുക്കാൻ തുടങ്ങി. അതൊരുമാതിരി എല്ലിങ്ങനെ തവിട് പൊടിയായിപ്പോയി. എന്തോ പറ്റിയതാ, ആർക്കറിയാം എന്താന്ന്. പിന്നെ ആ ഒരു കാലില്ലാതെ ഇവിടെ കുറേ നാളുണ്ടായിരുന്നു. പിന്നെ ചോറ് അതിന് തിന്നാനുള്ള പരിപാടിയില്ല, കുഞ്ഞിക്കാക്കയായിരുന്നു. പിന്നെ അമ്മ ചോറൊക്കെ അരച്ച് വറക്കിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ ഇവിടെയൊക്കെ വന്നു, പിന്നെ കാണുന്നില്ല, എവിടെ പോയാൽ എന്തോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതരിഞ്ഞ്
ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടാണ്. അപ്പം നമ്മുടെ സുരാജേട്ടൻ്റെയൊക്കെ വീടൊക്കെ ഇവിടെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ അവരുടെയൊക്കെ റിലേറ്റീവ്സൊക്കെയാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊക്കെ. ഇവിടെ ആണെങ്കിൽ ഒരു പ്രത്യേക സൈലൻ്റാണ് ഇവിടെ. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഒച്ച കേൾക്കുന്നത് എൻ്റേത് മാത്രമേ ഉള്ളൂ. കാരണം പൊടി വാവ അങ്ങോട്ട് പോകുമ്പോൾ മോനെ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോകല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ. കുറച്ച് നാൾ മുമ്പ് അവിടെ ആയിരുന്നു. കാരണം ആ മോള് വളരുന്നത് വരേക്കും അവിടെ അതിൻ്റെ ബഹളമായിരുന്നു. ഇപ്പോൾ വളർന്ന് സ്കൂളിലൊക്കെ ആയപ്പം അവിടെ ഇപ്പോൾ ബഹളം കേൾക്കാനില്ല. അതിനും കൂടെ വേണ്ടി ഇപ്പോൾ ഇവിടെ ആയി. ഇവിടെ ഇനി ബഹളം മാറണമെങ്കിൽ ഇവ സ്കൂളിൽ പോക്ക് തുടങ്ങണം, അപ്പോഴാ ബഹളം മാറും. അപ്പോൾ നമ്മുടെ പരിപാടി അതിവിടെ കഴിഞ്ഞു. ഇനി താണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പതുക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. ഞാനില്ല ഇറച്ചിക്കറി പോലെ വെച്ചെന്ന് പറഞ്ഞില്ലേ, ആണ്ടേ ഇതുണ്ടോ, ഇത്രയും വെച്ചതാ. ഇത്രയേ ഉള്ളൂ. ഇവറ്റകൾ കഴിച്ചിട്ട് ഇതിനിടയ്ക്ക് ലവന്മാരുടെ കൂട്ടുകാരന്മാരൊക്കെ കയറി ചിലപ്പം വരും. കൊച്ചു പിള്ളേരുടെ ആരെങ്കിലുമൊക്കെ കയറി വരും. അപ്പോൾ ഇവർക്ക് ആഹാരം കൊടുക്കാതിരിക്കാനൊക്കോ, ആഹാരം ഇല്ലെന്ന് പറയാനൊക്കോ, അതങ്ങനെ. നമുക്ക് സ്വർണവും പണവും ഒന്നും കൊടുക്കാനില്ലെങ്കിലും നമുക്ക് അവർക്ക് മതിവരെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമേ ഉള്ളൂ, ആഹാരം. നിങ്ങളുടെ വീട് പോലെ ഒന്നുമല്ല ഇത്. കണ്ടോ, നമ്മുടെ അടുക്കളയാണിത്. ഒരു ചായപ്പ് പോലെ ഇട്ടിറക്കി ഇതാണ്ട് ഇതുപോലെ ഒരേ ഒരു അടുപ്പ് വെച്ച് ഇതാണ് നമ്മുടെ അടുക്കള. പാത്രം വയ്ക്കുന്ന കാലം ഇവിടെ. ഞങ്ങൾക്ക് അടുക്കളയില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ എപ്പം നോക്കിയാലും അമ്മയും ആശുപത്രിയിലായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ 2-3 പ്രാവശ്യം തളർവാദമൊക്കെ വന്ന് പിന്നെ 6 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരമ്മയാണ് എൻ്റെ അമ്മ. അതിൻ്റെ കൂടെ അച്ഛനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് മുതുകത്തൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ്. പിന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു അച്ഛന് കുറച്ച്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനാണെങ്കിൽ പിന്നെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ് ഒരുപാട് സ്ഥലത്ത് ചികിത്സിച്ചതാണ്. അപ്പോഴൊന്നും ഇവരൊന്നും ആരും കണ്ടുപിടിച്ചൊന്നുമില്ല എന്താ അസുഖമൊന്നും. ശ്വാസം മുട്ടലെന്നും പറഞ്ഞ് മരുന്ന് കൊടുത്ത് അവസാനം നോക്കിയപ്പോൾ ശ്വാസം മുട്ടൽ വരുന്നതേ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ് കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് അത് വരുന്നതെന്നാണ്. ഒരു ചങ്കിടിയായിപ്പോയി. അത് നല്ലൊരു ഡോക്ടറാണ്, ഹരികൃഷ്ണൻ എന്ന് പറയുന്നൊരു ഡോക്ടറായിരുന്നു നോക്കിയിരുന്നത് അച്ഛനെ. നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഒരു മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞാൽ അത് 100-101% തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നല്ലൊരു സ്നേഹമുള്ള മനുഷ്യ സ്നേഹം. മുറ്റത്തൊക്കെ നിന്ന് പാചകം ചെയ്യാൻ പറ്റാത്തത് കാരണത്താൽ ഈ ഹാളിൽ തന്നെ ഇതാണ്ട് ഒരു കുഞ്ഞ് സെറ്റപ്പ് വെച്ച് ഇങ്ങനെ അറ്റത്ത് വെളിയിലോട്ട് ഇറങ്ങുന്ന വാതിലിൻ്റെ അടുത്ത് ഇതുണ്ടാക്കി. ഞങ്ങൾക്ക് ഈ അടുക്കള വാതിൽ ഈ കതവൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയതായിരുന്നു. ഈ സൈഡിൽ ഇത്രയേ ഉള്ളായിരുന്നു കതവ്, അതൊക്കെ പൊളിഞ്ഞു പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് മാറ്റി പുതിയൊരു പലകയൊക്കെ അടിച്ചിട്ടുണ്ട്. കതവല്ല, ഈ പ്ലൈവുഡ്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് എൻ്റെ ചെറിയ ചെറിയ കഥകളും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മക്കളെ വെള്ളത്തിൽ കളിക്കാതെ, വെള്ളത്തിൽ കളിച്ചാൽ അമ്മ അടി തരും. പിന്നെ ഇവിടെ കിടന്ന് കരയരുത്.
പിന്നെ ചേട്ടായിമാർ വരുമ്പോൾ പറയരുത് അയ്യോ എന്നെ അടിച്ചേന്ന്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ തോരത്തിനുള്ളത് നമ്മൾ അതിനകത്ത് തട്ടിയിട്ടുണ്ട്. ഇനി ഒരിച്ചിരി നല്ല പോലെ ഒരു ലേശം വെള്ളം ഒഴിച്ച് അതൊന്ന് വെന്ത് പെരണ്ട് വരട്ടെ. അപ്പം നമുക്ക് വേണ്ട ഇങ്ങനെ ഇട്ടിരിക്കുക നമ്മൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉള്ളി ഇട്ടായിരുന്നു. അപ്പം ഉള്ളിയല്ല സവാള അരിഞ്ഞിട്ടായിരുന്നു. എന്തിനാ? തെറ്റല്ല, ഷർട്ട്. എന്തിനാണാവോ ഈ ഷർട്ട് ഊരിയിട്ട് എവിടെ പോവാ? എന്താ കുരങ്ങനുണ്ടോ? കുരങ്ങനുള്ളതുകൊണ്ട് ഷർട്ട് ഊരുവന്നോ? ഊരി. കുടുമി ഊരണോ? ആ എന്നാ ഊരണ്ട. അപ്പം നമ്മുടെ ഇതിനെ നല്ലപോലെ അടച്ച് വെച്ച് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അത് നല്ലപോലെ വെന്ത് പെരണ്ട് കയറി വരും. അപ്പോൾ ഇച്ചിരി ഇനി കുളിച്ചോ. എൻ്റെ മോനാണെങ്കിൽ 2-3 പ്രാവശ്യമുള്ള കുളിയാണ്. എങ്കിലും അയാൾക്കൊരു തൃപ്തിയുള്ളൂ, തൃപ്തി. വളർന്നു വരുമ്പോഴും ഇങ്ങനെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പേഷ്യൻറ്റുകളാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതുകൊണ്ടേ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. ഇടവിട്ടങ്ങ് ഒച്ച അടഞ്ഞോളുക. തലയൊക്കെ ആണെങ്കിൽ നല്ല വേദനയുണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പം അത് നല്ലപോലെ ഒന്ന് വെന്ത് പരുവപ്പെട്ട് വരുമ്പം നമ്മൾ അതിനകത്തേക്ക് പിന്നെ പിന്നെ തോരനിടുന്നത് പോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, പച്ചമുളക്, തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു 2 ക്രഷ് അത് അടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ ഒന്ന് പെരണ്ട് കിട്ടുന്ന പരുവം. അതിനകത്ത് തട്ടി ആവിയിൽ ഇട്ട് ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് അടച്ച് വയ്ക്കും. ഒരിളക്കി. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടി ഇതിനകത്ത് പിടിച്ചിട്ട് നല്ല മണം വരുമല്ലോ. ആ രീതിയിൽ ഇനി എടുക്കും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത് വെച്ച് തോരൻ വയ്ക്കുന്നതെന്ന് ഒന്ന് പറയണേ. ഇപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. എനിക്ക് കണ്ണൂരുകാരുടെ മാങ്ങാക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൂർ പയ്യമ്പലത്ത് ഞാനൊരു ഞാൻ ഒരിടത്ത് ചെന്നൈയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഓഫീസിലെ സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. സാറിൻ്റെ അല്ല, മാഡത്തിൻ്റെ അമ്മയുടെ അടുത്ത് തീരെ വയ്യായിരുന്നപ്പോഴത്തേക്ക് പയ്യമ്പലമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഒരു 10 ദിവസത്തേക്ക് നിൽക്കേണ്ടി വന്നു. 10-15 ദിവസം ഞാൻ മാഡത്തിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. അപ്പം ഉമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഒരു നല്ലൊരു ഉമ്മയാണ്, മുസ്ലിംസാണ്. അപ്പം അവരാണെങ്കിൽ ഈ സെയ്ദ് കുടുംബം അങ്ങനെയൊക്കെ രാജകുടുംബത്തിലുള്ള അവർ. പയ്യമ്പലം ബീച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പം അവിടെ ഒരു വലിയൊരു വീടുണ്ട് അല്ലേ. എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. ആ വീട്ടിലായിരുന്നു ഞാനും ഉമ്മയും മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും തന്നെ. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു വീട്ടു ജോലിക്ക് ഡെയിലി വന്നിട്ട് പോകുന്ന ഒരു ചേച്ചി. ഒരു 10-11 മണിയാകുമ്പോൾ വരും. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വരും. പെട്ടെന്ന് ആഹാരമൊക്കെ വെച്ച് ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി വൈകിട്ടത്തേക്കും കൂടെ ഉള്ള റെഡിയാക്കി തന്നിട്ട് പോകുമായിരുന്നു. രാവിലെ മാത്രമേ എന്തെങ്കിലും ലഘുഭക്ഷണം
വന്ന ഉടനെ ഞങ്ങൾക്ക് റെഡിയാക്കി തരുമായിരുന്നു. നല്ല രുചിയാണ് ആഹാരത്തിനൊക്കെ. മാങ്ങ കറി, അവിടുത്തെ ഒരു മാങ്ങാക്കറി ഉണ്ട്. ആ മാങ്ങാക്കറി അതെങ്ങനെ വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. മാങ്ങാക്കറിയും ഒരു മീൻ വറുത്തതും എന്തെങ്കിലും ഒരു തോരനെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നീ ക്യാബേജ് തോരൻ, ഇല്ലെങ്കിൽ ബീട്രൂട്ട് തോരൻ, ഇല്ലെങ്കിൽ ബീൻസിൻ്റെ ഈ 3 തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇലത്തോരനൊക്കെ ഇഷ്ടമാണ്, എങ്കിലും ഇതിൻ്റെ കൂടെ തിന്നാൻ എനിക്കങ്ങനെ ഇഷ്ടം ഉണ്ടെങ്കിൽ. എൻ്റെ മോനെ, ഇറച്ചി എന്തിനാ, മീൻ എന്തിനാ, അല്ല ഇറച്ചിയും ഈ മട്ടനും ഒക്കെ എന്തിനാ, ഒന്നും വേണ്ട. ഈ മാങ്ങാക്കറി ഒരേ ഒരു കുഞ്ഞു മീൻ, ഏതെങ്കിലും ഒരു മീൻ വറുത്തത്, വറുത്ത മീനെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് പുരട്ടാൻ വേണ്ടി മാത്രമാണ്. എന്ത് രുചിയാണെന്നറിയോ. ഒരു തവി ചോറ് മാത്രം തിന്നുന്നവൻ 2ഉം 3ഉം തവി ചോറ് തിന്നാതെ എഴുതിക്കില്ല. അത്ര രുചിയാണ്. ഇങ്ങനെയും മാങ്ങാക്കറി വയ്ക്കുമോ? എന്ത് രുചിയാണെന്നറിയാം. അപ്പോൾ ഞാൻ ചെയ്ത രീതിയിലാണോ നിങ്ങൾ ഇതിൻ്റെ കറി വെക്കുന്നതെന്നൊന്ന് പറയട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.